ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീലയെ കുറിച്ചിട്ട് ഇനി കുഞ്ഞമ്മ പറയാണ്, എൻ്റെ രവി സാറേ, ഇവരുമായുള്ള കൂട്ടുകെട്ട് പല പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടോടൻ തന്നെ ഞാനിതിന് ഒരാളല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവരുടെ മക്കൾ അവരെ തടയുന്നെങ്കിൽ അത് അവർ ചെയ്തോട്ടെ, ഞാൻ ഇതെന്തിനാ അവരെ തടയാൻ നിൽക്കുന്നത്. അത് കേട്ടോടൻ തന്നെ കുഞ്ഞമ്മ പറയണേ, അങ്ങനെയല്ല രവി സാറേ, എനിക്ക് മനസ്സിലായി. ഒരു ഭർത്താവ് എന്ന രീതിയിൽ ഹർഷയെ തടയണം എന്നല്ലേ, അത് ഞാൻ തടഞ്ഞോളാം. ഹർഷയെ ഞാൻ തടയേണ്ട വഴികൾ ഞാൻ ചെയ്തോളാം. ഇനി എന്തായാലും ഹർഷയും അതുപോലെ സുശീലയും തമ്മിലുള്ള കൂട്ടുകെട്ട് അത് നിർത്താൻ എനിക്കറിയാം എന്ന് പറയട്ടോ. എന്നാൽ ഞാൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്, അങ്ങനെ തന്നെ ആവണം, അല്ല എങ്കിൽ വലിയൊരു പ്രശ്നങ്ങൾക്ക് ഇടവരും എന്ന് പറയണേ. മക്കളൊക്കെ അവരെ വിലക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് തിരിച്ചടി നമ്മളും കൊടുക്കണമെന്നുള്ള തീരുമാനം കുഞ്ഞമ്മയിൽ നിന്നായിരിക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ദാസ് പഞ്ചരത്നത്തിലോട്ട് എത്തുന്ന രംഗാണ്. അപ്പോൾ ദാസ് രഘുനോട് പറയണം, ഒരുപാട് ഫയലുകളിൽ ഒപ്പിടാണ്ട്. അപ്പോൾ അത് കേട്ടോടെ തന്നെ ദയ പറയുന്നത്, ആഹാ ഇപ്പോൾ രഘുവേട്ടൻ്റെ PR ആയോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടോടെ തന്നെ രഘു പറയണേ, എടി നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്, എത്ര വലിയ മനുഷ്യനോടാണ് ഈ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ, അയ്യോ ഞാനൊരു തമാശ പറഞ്ഞതാണ് എന്ന് പറയട്ടെ. അത് കേട്ടോടെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള തമാശകളാണ് പറയേണ്ടത്. അപ്പോൾ അത് കേൾക്കുന്ന ദാസ് പറയണേ, ദാസിനോട് ദയ പറയണേ, ഞാൻ തമാശ പറഞ്ഞാന്ന് ദാസങ്ങളിൽ തോന്നില്ലേ, ഓ നീ തമാശ പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയട്ടെ. ഓഹോ അങ്ങനെ ആയോ എന്ന് പറയണേ. എന്തായാലും രഘു പെട്ടെന്ന് ഈ ഫയലുകളൊക്കെ നോക്കി, എന്നിട്ട് നീ അത് സൈൻ ചെയ്യ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ദാസ് അകത്തോട്ട് കയറി പോവുകയാണ്. ഇതേസമയം അമ്പിളിയുടെ തീരുമാനം എന്താ, അമ്പിളിയെ എങ്ങനെ നിന്നോട് പെരുമാറുന്നത്, എൻ്റെ അങ്കിളെ ഞാനൊരു എന്താ പറയുക, എനിക്കിവിടെ വീട്ടിൽ യാതൊരു വിലയും നിലയൊന്നുമില്ല. പക്ഷെ ഒരു ഭർത്താവ് എന്ന കാര്യത്തിൽ അവൾ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു തരുന്നുണ്ട്. പക്ഷേ എന്തെന്ന് വെച്ചാൽ അവൾ എന്നോട് മിണ്ടുന്നോ പിടിക്കുന്നോ ഒന്നുമില്ല. അതെന്നെ വല്ലാതെ സങ്കടപ്പെടുത്താണ്. അത് കേട്ടോടും തന്നെ എടാ, അവളുടെ മനസ്സ് അത്രയും നൊന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൾ മിണ്ടും പിടിക്കൊന്നും ചെയ്യാത്തത്. അതുകൊണ്ട് നീ ക്ഷമയാണ് ഇതിന് ഏറ്റവും നല്ലത്. അവൾ നിന്നിലോട്ട് വരും, അത് നീ വരുന്നത് വരെ നീ ക്ഷമിക്ക്. എന്തായാലും അവൾ ഒരു ഭാര്യ എന്ന നിലയിൽ നിന്നോട് ചെയ്യേണ്ട കടമകളൊക്കെ അവൾ ചെയ്തു തരുന്നുണ്ടല്ലോ. അപ്പം അത് തന്നെ അവളുടെ ഉള്ളിൽ നിന്നോട് സ്നേഹം ഉണ്ടെന്നുള്ളതാണ് അർത്ഥം എന്ന് പറയാം കേട്ടോ. അപ്പോൾ അമ്പിളി കാണാൻ വരുന്നത് കേട്ടോ. ആ അങ്കിളെ, ഞാൻ കുഞ്ഞിനൊന്ന് മേല് തുറക്കട്ടെ, അപ്പോഴേക്കും ഞാൻ വരാം, ദേ നീ ചായ എടുത്തടി എന്നും പറഞ്ഞിട്ട് ദേ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ഇതേ സമയം അമ്പിളിയെ കാണാൻ വേണ്ടി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ദാസ് അമ്പിളിയുടെ റൂമിലോട്ട് കയറി വരിക. അപ്പോൾ ആണെങ്കിലോ ചിരുവിനോട് പറയാൻ, എടി കുഞ്ഞ് ഇപ്പോൾ നന്നായി ഉറങ്ങുന്നു, അവൻ്റെ മേലൊന്ന് തുടച്ചിട്ട് പിന്നെ അവൻ എത്ര പെട്ടെന്നാണ് ഉറങ്ങിയത്. ഇതൊക്കെ അവനവൻ ചെയ്യേണ്ട കാര്യം, ഇതൊക്കെ ഒരാൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. കുഞ്ഞിനെ എപ്പോഴും നോക്കണം, ഇങ്ങനെ മേല് തുടക്കണം, എണ്ണ വെച്ച് കുളിപ്പിക്കണം, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുഞ്ഞ് ഓട്ടോമാറ്റിക് ശരിയാവും. എന്ത് ചെയ്യാൻ, എനിക്കാണെങ്കിൽ അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട്, അതിനിടയ്ക്ക് നിൻ്റെ കാര്യങ്ങൾ വന്ന് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. എൻ്റെ വിളിച്ചേച്ചി ഇപ്പോൾ എനിക്ക് അത്യാവശ്യത്തിനൊക്കെ കഴിയുമല്ലോ, അപ്പോൾ ഞാൻ എന്തായാലും ചെയ്തോളാം എന്ന് പറയണേ. എടി നീ ചെയ്തുകൊണ്ടൊന്നും ആവില്ല, കുഞ്ഞിനെ എണ്ണ വെച്ച് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഇതാക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരാൾ തന്നെ വേണം. അതിന് സരോജിനി ആൻറ്റി സ്ഥലത്തില്ലല്ലോ, അല്ലെങ്കിൽ സരോജിനി ആൻറ്റിയെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിന് സരോജിനി ആൻറ്റിയെ കിട്ടില്ല. അപ്പോൾ ദയ തന്നെയാണ് പറയുന്നത്, ഒരു സെർവൻറ്റിനെ വെക്കണം എന്നാണല്ലോ ദയും പറയുന്നത്. എന്തായാലും അച്ഛൻ വരട്ടെ, നമുക്ക് നല്ലൊരാളെ വെക്കണം, എന്നാലും കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയമാണ് എനിക്കുണ്ട് വരാവോ എന്ന് ചോദിച്ചിട്ട് ദാസ് കയറി വരുന്നത്. അങ്ങനെ ദാസിങ് വരികയാണ്. അല്ല കുഞ്ഞെവിടെ, അവനെ ഉറങ്ങുക. അയ്യോ ഞാൻ എപ്പോൾ വന്നാലും അവനെ ഉറക്കാണല്ലോ ഈശ്വര, എന്നും എനിക്ക് അവനെ കാണാൻ പറ്റത്തില്ല, ആസ്പത്രിയിലും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇനി നൂലുകെട്ടാവട്ടെ, നൂലുകെട്ടിന് നല്ല അടിപൊളിയായി തന്നെ അവനെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം അമ്പിളി അവിടെ നിന്ന് പോകാറുമ്പോൾ അമ്പിളി എന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനും കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതെ, നീ രഘുവിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തീരെ ശരിയല്ല, എന്താ നീ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ അമ്പിളി പറയണേ, ദാസങ്ങളെ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ രഘു ഒരുപാട് ഫയലുകളിൽ ഒപ്പിടാണ്ട്, ആൾക്കാരുടെ വിചാരം രഘുവിൻ്റെ പേരിലല്ല കമ്പനി എന്നാണ്. എന്നാൽ രഘുവിൻ്റെ പേരിൽ തന്നെയാണ് കമ്പനി, രഘു ആണല്ലോ ആ കമ്പനിയുടെ എല്ലാം. ഞാൻ അവന് വേണ്ടി ഓരോ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രം, കുറച്ച് ചെക്കും കാര്യങ്ങളൊക്കെ ഒപ്പിടാണ്ട്. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ പറയണേ, എന്തിനാ രഘുവേട്ടനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, രഘുവേട്ടനെ ഇവിടെ അവിടെ കൊണ്ടുപോയി കൂടെ, എന്ന കാര്യം തീർന്നല്ലോ. ഇത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിൽ എന്താ അമ്പിളി നീ പൊട്ടം കളിക്കുന്നത്, രഘുവിൻ്റെ മനസ്സിൻ്റെ വേദന നിനക്കറിയില്ലേ, നീ അവനുമായി അകന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ എങ്ങനെ ഇവിടെ നിന്നും പോരുക, നീ അവനുമായുള്ള തെറ്റിദ്ധാരണ മാറിയതിനു ശേഷം അവനെ ഇവിടത്തു നിന്നും വരത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അമ്പിളി പറയണേ, അതങ്ങനെ മാറുന്ന മുറിവല്ല എന്ന് പറയണേ. ഇത് കേട്ടോടെ തന്നെ ദാസ് പറയണേ, അമ്പിളി നീ ഇങ്ങനെയൊന്നും അവനോട് ചെയ്യരുത്, അവൻ ഇത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയോ. അത് കേട്ടോടെ തന്നെ ദാസങ്ങളെ, അന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ദാസങ്ങൾ രഘുവേട്ടനുമായി സംസാരിച്ചില്ലേ, അതെല്ലാം ഞാൻ കേട്ടതാണ്. എന്നാൽ ആ മനുഷ്യനോട് എല്ലാം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ആ മനുഷ്യൻ ഈ കുടുംബത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരു നെടുന്തൂണായി ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന ആ മനുഷ്യൻ ഇന്നിപ്പോൾ ഈ വീട്ടിൽ ഒരു വിലയില്ലാത്തവരെ പോലെ ഒരു മുക്കിൽ എനിക്ക് വേണ്ടി എൻ്റെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം.
അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, ആ മനുഷ്യനോട് മിണ്ടാ എന്ന് കരുതി പോയപ്പോൾ ആ മനുഷ്യൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താ, അവൾക്കും കുഞ്ഞിനും എങ്ങനെയുണ്ട്, അവരുടെ വിവരം അറിയിട്ടാണ് ആ മനുഷ്യനെ തിടുക്കെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന അവിടെ നീ വിചാരിക്കുന്നത് പോലെയല്ല, ഇനി എനിക്കൊന്നും കേൾക്കണ്ട. അതുകൊണ്ട് ദയവ് ചെയ്ത് ദാസങ്ങൾ പോകുമ്പോൾ അങ്ങനെയും കൊണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ പിന്നീട് എനിക്ക് ആ കുമ്പിട്ട് നിൽക്കുന്ന ആ മനുഷ്യനെ കാണേണ്ട അവസ്ഥയില്ലല്ലോ. തലകുനിച്ച് നിൽക്കുന്ന ആ മനുഷ്യനെ കാണുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് പറയട്ടോ. ഇതേ സമയം ചിരു ആകെ ഞെട്ടലോട് കൂടി നിന്നിട്ട് ചിരി ചോദിക്കുക ദാസങ്ങളെ വീണ്ടും അപ്പോൾ രഘുവേട്ടെ, ഇല്ലടി അവൻ ആ കുഞ്ഞിന് സുഖമില്ലാത്തതല്ലേ, അപ്പം ആ കുഞ്ഞിൻ്റെ വിവരം എന്താണെന്ന് അവൻ ചോദിച്ചതിനാണ്. അപ്പോഴേക്കും ദയതാ ചായ എന്ന് പറഞ്ഞു വന്നു കേട്ടോ. അങ്ങനെ കടിക്കാൻ അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയണം. ആ സമയം ഉടൻ തന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകണം കേട്ടോ. എന്നാൽ അമ്പിളി പോകുന്നതും കണ്ടിരിക്കും, എന്താണ് ഇപ്പോൾ അവിടെ നടന്നിട്ടുണ്ടാവുക എന്ന ആ ഒരു വേവലാതിൽ നിൽക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുശീലയാണ്. സുശീല ഹർഷയും സംസാരിക്കണം. സുശീല പറയണ, എടി എൻ്റെ വീട്ടിൽ ഒരു നായയുടെ വില പോലും എനിക്കില്ലടി, അത്രയും ഗതികെട്ട ജീവിതം, ഏത് ദുർബല നിമിഷത്തിലാണ് അവൻ ഞാൻ ജയിലിൽ പോയത്. എൻ്റെ രണ്ടാമത്തെ മരുമകൾക്ക് എൻ്റെ ഒരു പേടിയും നിലയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവൾ പോലും എൻ്റെ നേർക്ക് കുരക്കുകയാണ്. എൻ്റെ മൂത്ത മരുമകളുടെ കാര്യം പറയാനില്ല, എനിക്ക് പഴയ ആ സുശീല ആവണ ഹർഷയെ, പഴയ ആ സുശീലയായി എനിക്ക് ജീവിക്കണ ഹർഷയെ, അതിന് നീ അനുമതി തരൂ, എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരൂ ഹർഷ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഐഡിയ എന്നിലില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പട്ടിണിയും അതുപോലെ തന്നെ ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ അനുഭവിച്ച് നിങ്ങളുടെ മകൻ്റെ മുന്നിൽ സിമ്പതി നേടിയെടുക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് കേട്ടോണ്ട് തന്നെ അയ്യോ അതൊന്നും എനിക്ക് കഴിയില്ല, നിങ്ങൾ ജയിൽ ജീവിതം നയിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചില്ലേ, അതുപോലെ ഒരു ചെറിയ ജയിലാണെന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ദ്രൻ്റെ മനസ്സ് മാറും. പിന്നെ നിങ്ങളിലാണ് തെറ്റുണ്ടായത്. ഇന്ദ്രൻ നിങ്ങളെ പുറത്തിറക്കാൻ വന്ന ആ സമയം നിങ്ങൾ അനുപമയെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കണമെന്ന് പറഞ്ഞില്ലേ, അതിൽ തന്നെ ഇന്ദ്രൻ കൈവിട്ടു നിങ്ങളെ. ഇന്ദ്രൻ കൈവിട്ടതാണ് നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ തെറ്റ്. നിങ്ങളുടെ മകനെ നിങ്ങൾ ആർക്കും വിട്ടുകൊടുക്കരുതായിരുന്നു, അത് ചെയ്താണ് നിങ്ങളുടെ തെറ്റ്. ഇനി എന്തായാലും ഇന്ദ്രനെ കൈ പിടിച്ച് കയറ്റുക, അതായത് തൻ്റെ കൂടെ നിർത്തുക, ഇത് ചെയ്താൽ തീർച്ചയായും എനിക്ക് വിജയമുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ സുശീലയോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ സമയം വിനയനെയാണ് കാണിക്കുന്നത്. വണ്ടിയുമായി തൻ്റെ വീട്ടിലോട്ട് എത്തുമ്പോൾ ലംബോദരൻ ലതികന് പറയുകയാണ്, ഇതിപ്പോൾ ഇവിടുന്ന് ആരുടെയെങ്കിലും മോഷ്ടിച്ചോ തട്ടിച്ചോ വെട്ടിച്ചോ കൊണ്ടുവന്നതായിരിക്കും, ഈശ്വരൻ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ്, മാമ എങ്ങനെയുണ്ട് എൻ്റെ വണ്ടി, അടിപൊളിയല്ലേ, ഗെറ്റപ്പില്ലേ, കാണാൻ എങ്ങനെയുണ്ട്, ലുക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ മാമൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണം കേട്ടോ. ഇതെന്താ വണ്ടി ആണോ പെണ്ണാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ബാക്കും മുന്നൊക്കെ പോയി നോക്കുന്നത്. അത് കേട്ട ഉടൻ തന്നെ ലംബോദരൻ പറയണേ, ഏടാ നീ ഇതെന്താ ആരുടെ വണ്ടി എടുത്തിട്ടാണ് വന്നത്, എന്താ ഇത് എൻ്റെ വണ്ടിയെന്നാ മാമന് തോന്നിയില്ലേ, എടാ നിൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലാതെ നീ എങ്ങനെ വണ്ടി എടുക്കാനാ, എൻ്റെ മാമ എന്നെ ഇങ്ങനെ കുറച്ച് കാണല്ലേ, എനിക്ക് വണ്ടി എടുക്കാനുള്ള ക്യാഷൊക്കെ എന്തെങ്കിലും ഉണ്ട്, എടാ നീ എന്താടാ ഈ പറയുന്നത്, നിന്നിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോഴേക്കും വിനയ അകത്തോട്ട് കയറി പോകാനായിട്ട്, എന്നിട്ട് വെള്ളമൊക്കെ കുടിക്കണം. അപ്പോഴേക്കും ലതിക ചോദിക്കുക, എന്താണ് നീ കാട്ടിക്കൂട്ടുന്നത്, അതേ ഒരു വണ്ടി എടുക്കുക അത്ര പൈസ ഒന്നും വേണ്ട, പ്രത്യേകിച്ച് യൂസ് ചെയ്ത കാറ്, അതിന് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് അടച്ചു കൊടുത്ത് കഴിഞ്ഞു, 70,000 രൂപ ഉണ്ടായിരുന്നു അടച്ചു കൊടുത്തു, ഇനി ബാക്കി 2-2.5 ലക്ഷം അല്ലേ, അത് ഞാൻ ഈ കാറങ്ങ് ഓടിച്ച് ടാക്സി ഓടിച്ച് ഞാൻ അങ്ങ് ക്യാഷ് ഉണ്ടാക്കും എന്ന് പറയട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ ലംബോദരൻ പറയണേ, എന്താ വിനയ നീ പറയുന്നത്, ഒരു ടാക്സി ഓടിച്ചാൽ എന്ത് ക്യാഷാണ് അതിൽ നിന്ന് കിട്ടുക, എന്നാൽ നീ ചെയ്യുന്ന തൊഴിൽ അത് ചെയ്താൽ നിനക്ക് ഡബിൾ ചിലവ് കിട്ടും, അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ലതിക പറയുന്നത് ശരിയാണ് എൻ്റെ അമ്മേ, ഞാൻ ഈ വണ്ടിയുമായി പഞ്ചരത്നത്തിലോട്ട് മുന്നിൽ ചെല്ലുമ്പോൾ അവരുടെയൊക്കെ ഒരു നോട്ടവും ഭാവവും ഉണ്ട്, അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കി എന്നിങ്ങനെ പറഞ്ഞിട്ട് വിനയൻ ഒരുപാട് പ്രതീക്ഷകൾക്ക് മുകളിലൂടെ കയറി പോകാനായിട്ട്. എന്നിട്ട് പറയണേ, ഞാനൊന്ന് ഫ്രഷായി വരട്ടെ എന്ന് പറയണേ. ഇതേ സമയം ലതിക നിൻ്റെ അടുത്ത കഴുത്തിലെ മാലയ്ക്ക് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്, ഇതൊക്കെ എന്തിനാണാവോ എന്നൊക്കെ ഇങ്ങനെ ലംബോദരൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്.